ടീനേജ് പെൺകുട്ടികളിൽ നമ്മൾ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി റെക്കമെൻഡ് ചെയ്യാറില്ല. വളരെ റെയർ ആയിട്ട് പക്ഷേ ചെയ്ത് കൊടുക്കാറുമുണ്ട്. ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യാതിരിക്കാൻ കാരണം എന്തൊക്കെയാണ്? ഒന്ന്, ടീനേജ് കുട്ടികളിൽ അവരിനി ഫാമിലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്താൽ ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളോട് സാറിന് പറയും, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യൂ, ഫാമിലി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സർജറി ചെയ്യാം എന്നുള്ളത്. ദാറ്റ് ഇസ് വൺ തിങ്. അതിന്റെ കാരണം നമ്മൾ ഈ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യുമ്പോൾ ഗ്ലാൻഡ് ആണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ ഡെഫിനറ്റ്ലി അഫക്റ്റഡ് ആവും. ചിലർക്ക് ഒട്ടും ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീനേജ് കുട്ടികളിൽ ഇത് ഓഫർ ചെയ്യാറില്ല. എന്നാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില കുട്ടികളുണ്ട്, അവർക്ക് ഭയങ്കര സൈസ് കാരണം ബിനൻ ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ പുക്കിളിന്റെ അടിയിൽ വരെ ബ്രസ്റ്റ് എത്തിയിട്ട് അവർക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിൻ, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾ കളിയാക്കുന്നു. അങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ, കോളേജിൽ പോലും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അങ്ങനത്തെ കുട്ടികളുണ്ട് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ കൊണ്ടുവന്ന അച്ഛനോ ചേട്ടനും കൂടിയാണ് ആ കുട്ടിയെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരിൽ നമ്മൾ ഇൻഫാക്ട് 18 ഇയേഴ്സിന് മുമ്പ് തന്നെ ചിലപ്പോൾ സർജറി ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അവർ അത്രയും അഫക്റ്റഡ് ആണ്. അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങോ അല്ലെങ്കിൽ സ്കാറോ ഒന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാനാണ് അവരുടെ മെയിൻ പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുട്ടികളിൽ ചെയ്യാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതിന്റെ ഭവിഷ്യത്തെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ടീനേജേഴ്സിൽ ഈ സർജറി ചെയ്യാറുള്ളൂ.